ജോൺ എഫ് കെന്നഡി എന്ന കരുത്തനായ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊലപാതകത്തിലെ ദുരൂഹതകൾ ഇനിയും ചുരുളഴിയാതെ കിടക്കുകയാണ്. പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർത്തിയവരുണ്ട്. US മുൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് മുതൽ ക്യൂബയുടെ വിപ്ലവ നായകനും മുൻ പ്രസിഡന്റുമായ ഫിഡൽ കാസ്ട്രോ വരെയുണ്ട് അക്കൂട്ടത്തിൽ. ഇപ്പോഴിതാ കെന്നഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളെന്ന് പറഞ്ഞ് ട്രംപ് ഭരണകൂടം ചില അതീവ രഹസ്യ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 1963 നവംബർ 22-നാണ് ലോകത്തെ ഞെട്ടിച്ച ആ കൊലപാതകം നടക്കുന്നത്. അന്ന് വെറും 24 വയസ്സ് പ്രായമുണ്ടായിരുന്ന ലീ ഹാർവി ഓസ്വാൾഡ് എന്ന പഴയ US നാവിക സൈനികൻ കെന്നഡിയെ വെടിവെച്ചെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ടെക്സസിലെ ഡാലസിൽ ഒരു പൊതുചടങ്ങിനെത്തിയതായിരുന്നു അദ്ദേഹം. പരിപാടിക്ക് മുൻപായി ഉച്ചഭക്ഷണം കഴിക്കാനായി ഡാലസിലെ ഡീലി പ്ലാസയിലൂടെ ഭാര്യ ജാക്വലിൻ കെന്നഡിക്കും ടെക്സാസ് ഗവർണർ ജോൺ കൊണാലിക്കും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്കുമൊപ്പം തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു കെന്നഡി. ആ സമയത്ത് അതേ പാതയിലുള്ള ടെക്സസ് സ്കൂൾ ബുക്ക് ഡെപ്പോസിറ്ററിയുടെ 6ാം നിലയിൽ തോക്കുമായി നിലയുറപ്പിച്ചിരുന്നു ലീ ഹാർവി ഓസ്വാൾഡ്. വാഹനം തൊട്ടു മുന്നിലെത്തിയതും കയ്യിലുള്ള 6.5 mm കാർക്കാനോ തോക്കിന്റെ കാഞ്ചി വലിച്ചു യുവാവ്. ആദ്യ ഷോട്ട് ലക്ഷ്യം കണ്ടില്ല, എന്നാൽ വീണ്ടും വെടിയുതിർത്തു. ഇത്തവണ കെന്നഡിയുടെ കഴുത്തിലൂടെയാണ് ആ തിര പുറത്തു കടന്നത്. തൊട്ടു പിന്നാലെ 3ാമത്തെ വെടിയും പൊട്ടിച്ചു. അത് പതിച്ചത് അദ്ദേഹത്തിന്റെ തലയിൽ. വെടിയേറ്റു വീണ കെന്നഡിയെ ഉടൻ തൊട്ടടുത്തുള്ള പാർക്ക്ലാൻഡ് മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെടിയേറ്റ് അരമണിക്കൂറിനകം കെന്നഡി അന്ത്യശ്വാസം വലിക്കുകയായിരുന്നു. വെടിവെപ്പിന് പിന്നാലെ ഓസ്വാൾഡ് രക്ഷപ്പെട്ടെങ്കിലും അന്ന് വൈകിട്ടോടെ നഗരത്തിലെ ഒരു തിയേറ്ററിൽ നിന്ന് പോലീസിന്റെ പിടിയിലായി. 2 ദിവസത്തിന് ശേഷം ഒരു നൈറ്റ് ക്ലബ് ഉടമയായ ജാക്ക് ലിയോൺ റൂബി പ്രതിയെ വകവരുത്തുകയും ചെയ്തു. കെന്നഡിയുടെ കൊലപാതകം അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെങ്ങും വലിയ ഞെട്ടലുണ്ടാക്കി. വൻ കോളിളക്കം സൃഷ്ടിച്ചു സംഭവം. കെന്നഡിയുടെ മരണത്തിനു പിന്നാലെ പുതിയ പ്രസിഡന്റായി ലിൻഡൻ ബി ജോൺസൺ അധികാരവുമേറ്റു. ദിവസങ്ങൾക്കകം കൊലപാതകം അന്വേഷിക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ എൽ വാറന്റിന്റെ നേതൃത്വത്തിലുള്ള വാറൻ കമ്മീഷനെയും ലിൻഡൻ നിയമിച്ചു. 1 വർഷത്തോളം എടുത്ത് നടത്തിയ അന്വേഷണത്തിന്റെ 888 പേജുള്ള വിശദമായ റിപ്പോർട്ട് 1964 സെപ്റ്റംബറിലാണ് പ്രസിഡന്റിന് മുൻപാകെ സമർപ്പിക്കപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നാലെ ഉയർന്ന സംശയങ്ങളും ദുരൂഹതകളുമെല്ലാം സമ്പൂർണ്ണമായി നിഷേധിക്കുന്നതായിരുന്നു ആ റിപ്പോർട്ട്. ഓസ്വാൾഡ് ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും അയാൾക്ക് പിന്നിൽ മറ്റാരും പ്രവർത്തിച്ചിട്ടില്ല എന്നുമായിരുന്നു അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. കൊല നടത്താനായി എന്തെങ്കിലും ഗൂഢാലോചനയിൽ പ്രതി പങ്കാളിയാവുകയോ അമേരിക്കയിലോ വിദേശത്തോ ഉള്ള ഏതെങ്കിലും കക്ഷികളുടെ സഹായം ലഭിക്കുകയോ ചെയ്തതിന് തെളിവില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. ഓസ്വാൾഡിന്റെ പ്രകോപനം എന്താണെന്നതിനെക്കുറിച്ച് പക്ഷേ ഒരു തുമ്പുണ്ടാക്കാനും കമ്മീഷൻ ആയതുമില്ല. വാറൻ കമ്മീഷന്റെ കണ്ടെത്തലുകളെ ഭൂരിപക്ഷം അമേരിക്കൻ ജനതയും വിശ്വാസത്തിലെടുത്തില്ല എന്നതാണ് വസ്തുത. സ്വതന്ത്ര ഗവേഷകരും മാധ്യമപ്രവർത്തകരും ചരിത്രകാരന്മാരും നിയമവിദഗ്ധരും അക്കാദമിക്കുകളും രാഷ്ട്രീയക്കാരും അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരെല്ലാം കമ്മീഷന്റെ അന്വേഷണത്തിലും കണ്ടെത്തലുകളിലും ശക്തമായ സംശയങ്ങൾ ഉയർത്തി. അമേരിക്കൻ ചാരസംഘം CIA-ക്കും ഇസ്രായേൽ ചാരസംഘം മൊസാദിനും കെന്നഡി കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന തരത്തിലുള്ള സംശയമാണ് പൊതുസമൂഹത്തിൽ ബലപ്പെട്ടിരുന്നത്. ക്യൂബയിൽ നടത്തിയ ബേ ഓഫ് പിഗ്സ് ആക്രമണം പരാജയപ്പെട്ടത് തൊട്ട് പ്രസിഡന്റ് CIA-യെ സംശയിച്ചു തുടങ്ങിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. കൂടെ ആ സംശയം ശക്തമായി. ഏജൻസി ഉടച്ചു വാർക്കാൻ കെന്നഡി നീക്കം നടത്തുന്നതായുള്ള അഭ്യൂഹങ്ങളും ശക്തമായിരുന്നു. അതിനു പുറമെ മുൻപ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കൊലയാളി ഓസ്വാൾഡ് എത്രയോ നാളായി CIA-യുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നതായും പ്രചാരണങ്ങളുണ്ടായിരുന്നു. മൊസാദിന്റെ കൈകൾ സംശയിക്കപ്പെട്ടത് ഒരു ആണവ പദ്ധതിയുടെ പേരിലായിരുന്നു. 1960കളുടെ തുടക്കത്തിൽ നെഗേവ് മരുഭൂമിയിൽ ഇസ്രായേൽ തുടക്കമിട്ട ആണവ പരീക്ഷണമായിരുന്നു പ്രകോപനമായത്. ഡിമോണ ആണവ നിലയത്തിൽ അതീവ രഹസ്യമായിരുന്നു ഇസ്രായേലിന്റെ ആയുധ പരീക്ഷണം. അമേരിക്ക ആ വിവരം അറിയാൻ വർഷങ്ങളും എടുത്തു. കെന്നഡിയെയും US വൃത്തങ്ങളെയും തെല്ലൊന്നുമല്ല അത് ചൊടിപ്പിച്ചത്. വിവരമറിഞ്ഞ് US ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണവ നിലയത്തിൽ പലതവണ പരിശോധനയും നടത്തി. ഒടുവിൽ കെന്നഡിയുടെ കർശന ഇടപെടലാണ് നിലയത്തിലെ ആണവ പരീക്ഷണം നിർത്തിവെച്ചത്. അതാണ് കെന്നഡിയെ വകവരുത്താനുള്ള ആലോചനകളിലേക്ക് ഇസ്രായേലിനെ നയിച്ചതെന്നായിരുന്നു മറ്റൊരു പ്രചാരണം. 2016 കൊലപാതകവുമായി ബന്ധപ്പെട്ട് US നാഷണൽ സെക്യൂരിറ്റി ആർക്കൈവ് പുറത്തുവിട്ട രേഖകളിൽ ഡിമോണ ആണവ പദ്ധതിയെക്കുറിച്ചും പറയുന്നുണ്ട്. ആണവ പരീക്ഷണം കെന്നഡി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗൂരിയനെ സമ്മർദ്ദം ചെലുത്തി പദ്ധതി നിർത്തിവെപ്പിക്കുകയും ചെയ്തെന്നാണ് ആ രേഖയിൽ പറയുന്നത്. എന്നാൽ മൊസാദിനോ ഇസ്രായേലിനോ കെന്നഡിയുടെ വധത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു രേഖയും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഭരണകൂടം പുറത്തുവിട്ട 63,000 പേജുകളുള്ള രഹസ്യരേഖകളിലും കാര്യമായ വെളിപ്പെടുത്തലുകൾ ഒന്നുമില്ല എന്നാണ് വ്യക്തമാകുന്നത്. കൊലയാളി ഓസ്വാൾഡിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പങ്കുവെക്കുന്നതൊഴിച്ചാൽ അമേരിക്കയും ലോകവും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നും പുറത്തുവിട്ട രേഖകളില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.